ഈ പാക്കിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനാണ് കേട്ടോ ഈ ലീനുവിൻ്റെ എയർ ആക്സസറീസ് എടുത്തു വെക്കുന്നത്. ഞാൻ ഈ നാട്ടിലേക്ക് പോകുന്നതനുബന്ധിച്ച് കുറേ നല്ല ക്യൂട്ടായിട്ടുള്ള ആക്സസറീസ് വാങ്ങിച്ചിട്ടുണ്ട്. അധികം ഇതിലിപ്പോൾ കാണിക്കുന്ന എല്ലാം ഞാനൊരു ബോ ടൈപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാനിപ്പം പോകാൻ നേരത്ത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു സെറ്റാണ് കേട്ടോ. ഇത് കുറച്ച് നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള പൗച്ചാണ്. ആമസോണിൽ നിന്ന് അത്യാവശ്യം നല്ല റേറ്റ് കുറവിന് കിട്ടിയതാണ്. ഇത് ഞാൻ ലുലുവിൻ്റെ ലോട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതും അടിപൊളിയാണ്. നമ്മളെ ഷാമ്പൂ കണ്ടീഷണറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ചധികം പൗച്ചുകളുണ്ട്. ഇതും ഞാൻ ആ പൗച്ചിൻ്റെ കൂടെ വാങ്ങിച്ച ഒരു പൗച്ചാണ്. പക്ഷേ അതിൽ കുറേ മേക്കപ്പ് ബ്രഷുകളും ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് എൻ്റെ ഫേവറേറ്റ് പാർട്ടായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ കുറേ ഇങ്ങനത്തെ ബോ ഉള്ള ടൈപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവളെ ഉടുപ്പിനനുസരിച്ച് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും ഞാൻ ഇതുവരെയായിട്ട് അവൾക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവളെ ഹെയറിന് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ആ ഹെയർ ബാൻഡ് അവളെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. അവളെ ഹെയർ ബാൻഡ് തീരെ ഇടാൻ അയക്കൂല. കാരണം അവൾക്ക് എന്തോ ബുദ്ധിമുട്ടുള്ള പോലെയാണ്. ആൻഡ് ഇതിലാണ് അവളെ ക്ലിപ്പുകളൊക്കെ വെക്കാറ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ അവൾക്ക് വെച്ച് കൊടുക്കേനു. അവൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. നമ്മൾ വാവ് എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ഓരോ മോഡലൊക്കെ ഞാനിങ്ങനെ പിൻട്രസ്റ്റിൽ നോക്കി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസത്തിന് എങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്നൊക്കെ. അങ്ങനെ ഓരോ ഹെയർ ബോയിട്ട് ഇട്ട് കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒറ്റ ഹെയർ ബോ വെച്ച് കൊടുത്താൽ മതി. നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അതവിടെ കിടന്നോളും. ഇങ്ങനെ വലിച്ചൂരി കെട്ടാത്ത മക്കളതൊക്കെ ആണെങ്കിൽ അവിടെ കിടന്നോളും. പിന്നെ ഈ ക്രാബ് എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അതും ഞാൻ അവളെ തലയിലിട്ട് പരീക്ഷണം ചെയ്ത് നോക്കി. വലിയ വേദന ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന്. ആൻഡ് ഇത് വലിയൊരു ഹെയർ ബോണിൻ്റെ ക്ലിപ്പാണ്. ഇതും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അത്യാവശ്യം സിമ്പിളാണ്. പിന്നെ അവളെ റിബണുകളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് ഒരു പൗച്ചിലാക്കി. ഇവൾ വന്നതിന് ശേഷമാണ് എൻ്റെ പൗച്ചുകളുടെ എണ്ണം കൂടാൻ തുടങ്ങിയത്. ഇവൾക്ക് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് രാത്രി 2 മണിക്കാണ്. നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ പണികളും കൂടി ചെയ്താൽ ഇന്നത്തെ എൻ്റെ കംപ്ലീറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ കാണാം.